എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രവേശിക്കാം. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റക്കിസത്തിൽ 2560 അപ്പോൾ 2560 CCC 2560 ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാവുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത്. അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു വന്നു ചേരുന്നു. അവിടെ നിന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം ഓരോ വാക്കിനും വലിയ അർത്ഥമാണ്. അവിടെ നിന്നാണ് ഇനിഷ്യേഷൻ. ആരുടെ ഇനിഷ്യേഷനാണ് പ്രാർത്ഥന? പ്രാർത്ഥന എവിടെ നിന്ന് ആരംഭിക്കുന്നു? ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നു, മനുഷ്യനിൽ നിന്നല്ല. ഇതാണ് നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം. നമ്മളുടെ തലയിൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴുമുള്ളത്, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇത്ര കൊന്ത ചെല്ലണം, ഇത്ര കരുണ കൊന്ത ചെല്ലണം, ഇത്ര മുട്ടുമേൽ നിന്ന് ഇത്ര കുർബാന അർപ്പിക്കണം, ഇത്ര പ്രാവശ്യം, അങ്ങനെയെല്ലാം നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് അടിസ്ഥാനപരമായി തെറ്റാണ്. ഇതിനെ നമ്മൾ തിരിച്ചു പിടിക്കണം. ഇതിൽ നിന്ന് നമ്മൾ മാറണം. അതാണ് ഒരു ഫരിസേയ മനോഭാവം. എന്നാണ് അവിടെ നിന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. ഇത് മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം. യേശുവിന് ദാഹിക്കുന്നു. നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ, നമ്മളങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മെപ്പറ്റി ദൈവത്തിനൊരാഗ്രഹമുണ്ടെന്ന്? നമ്മെപ്പറ്റി ദൈവത്തിന് ഒരു കാൽക്കുലേഷൻ ഉണ്ടെന്ന്, നമ്മെപ്പറ്റി ദൈവത്തിന് വലിയ പദ്ധതിയുണ്ടെന്നും, നമ്മെപ്പറ്റി ദൈവം പ്രാർത്ഥന തന്നെ വ്യത്യസ്തമായ, ആ തോമസ് പോളിൻ്റെ സ്വരം കേൾക്കാൻ കർത്താവ് കാത്തിരിക്കുന്ന പോലെയാണ് എന്ന പോലെ നമ്മൾ ഓരോരുത്തരുടെയും സ്വരം ദൈവത്തിന് പ്രത്യേകം അറിയാം. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായ? നമ്മുടെ സ്വരം മറ്റുള്ളവരറിയുന്ന പോലെ നമ്മൾ ഓരോരുത്തരുടെയും സ്വരം ദൈവത്തിനറിയാം. ആ സ്വരം കേൾക്കുന്നത് എന്ത് സന്തോഷമാണെന്നറിയാമോ? ചിന്ത ദൈവത്തിനറിയാം. നമ്മൾ എന്ത് ചിന്തിക്കുന്നതും ദൈവത്തിനറിയാം. അതെല്ലാം അവിടുത്തെ കമ്പ്യൂട്ടറിൽ വളരെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. കർത്താവ് നോക്കിയിരിക്കുകയാണ്. ഈ പ്രാർത്ഥനാ വരം നമുക്കങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ശ്രദ്ധിക്കുകയാണ്, എവിടെ നിന്നാണ് ആ ഒച്ച വരുന്നത്? അത് നമ്മുടെ തോമസ് പോളല്ലേ. ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ദൈവവും നമ്മളുമായിട്ടുള്ള വലിയ ഒരു ആത്മീയ സ്നേഹബന്ധമാണ്. നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹം, നമ്മെപ്പറ്റി ദൈവത്തിന്. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധതയിൽ നിന്നുയരുന്നതാണ്. വളരെ ആഴമായ നമ്മുടെ ഹൃദയത്തിൽ, അഗസ്തീനോസ് മറ്റു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ആത്മാവിനെ ദൈവവുമായിട്ട് അടുത്താണെന്ന്. കാരണം നമ്മുടെ മനസ്സും ആത്മാവും ആയിരിക്കുന്നതിനേക്കാൾ അടുത്താണ് നമ്മുടെ ആത്മാവിൻ്റെ അന്തര്യാമി എന്നാണ്. ഹിന്ദിയിലാണ് നമ്മളുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് എന്നുള്ള ഗാനം ഹിന്ദിയിൽ ഇങ്ങനെയാണ്:
जीवन जल का सूद मुझ में बहा दो, प्रज्वलित कर मेरे हृदय में तेरी प्रेम की अग्नि ज्वाला। ओ आत्मा, पावनात्मा, अंदर यामी परमात्मा। ओ आत्मा, पावनात्मा, अंदर यामी പരമാത്മാ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ആണ് ആ കിണർ, ആ കിണറ്റിൻകര, ആ ഈശോ ആയിരിക്കുന്ന അവസ്ഥ. നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ. അപ്പം അവിടുത്തെ അഭ്യർത്ഥന നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള ഒരു സമാഗമമാണ്. ഇത് വേറെ ദൂരെ ഒന്നുമല്ല, ഈ ഉള്ളിൻ്റെ ഉള്ളിലാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ. ഓ ആത്മാ, പാവനാത്മാ, അന്തർയാമി പരമാത്മാ. കണ്ടോ, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ആത്മാവും മനസ്സുമായിട്ടുള്ള അകലത്തേക്കാൾ അടുത്ത്. അതാണ് വിശുദ്ധ അഗസ്തീനോസ് എല്ലാം പറയുന്നത്. നമ്മുടേക്കാൾ അടുത്താണ് നമ്മുടെ ആത്മാവിൽ ദൈവം വസിക്കുന്നത്. അത്രയ്ക്ക് അടുത്താണ്. എന്നാൽ നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മുടെ ചിന്തയും ഭാവനയും എപ്പോഴും ഔട്ട്സൈഡിലേക്കാണ് പോകുന്നത്. മറ്റു വ്യക്തികളിലേക്കും മറ്റു പ്രസ്ഥാനങ്ങളിലേക്കും ഭൗതികതയിലേക്കും സൃഷ്ടി വസ്തുക്കളിലേക്കും സൃഷ്ടിയിലേക്കും എല്ലാം നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ് പടർന്നു കിടക്കുന്നു. എന്നാൽ അതിൽ നിന്നും മറിച്ച് നമ്മുടെ ആത്മാവ് നമ്മുടെ അഗാധതയിൽ, നമ്മുടെ ആത്മാവിൻ്റെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധതയിലേക്ക് വരണം. അവിടെയാണ് ആ യാക്കോബിൻ്റെ കിണർ. യാക്കോബിൻ്റെ കിണർ, യാക്കോബ്, ഇതെല്ലാം വലിയ രഹസ്യങ്ങളാണ്. ഇപ്പോൾ ഇനി എനിക്ക് അത് തോന്നുന്നില്ല അതിനകത്തേക്ക് പോകുന്നു. എങ്കിലും അടുത്ത പാരഗ്രാഫും കൂടി ചേർത്ത് നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. കണ്ടോ, അപ്പം നമ്മളല്ലേ ചോദിക്കണേ. എന്നിട്ട് പറയാണ്, ഒന്നുകൂടി വായിക്കാമോ അത്? ഇതൊക്കെ നമ്മളെ ആ യോഹന്നാൻ 4-ാം അധ്യായം. നീ അവനോട് ചോദിക്കുകയും, സമരക്കാരിയോട് പറയാണ്, നീ അവനോട് ചോദിക്കുകയും, എന്താണ്? ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കണം. നമ്മുടെ ചോദിക്കൽ എന്താ? നമ്മുടെ യാചനാ പ്രാർത്ഥന ഒരു വിരോധാഭാസ രൂപേണ ഒരു മറുപടിയാണ്. ഈശോ ആദ്യം വന്ന് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. അവൾ പറയുകയാണ്, ഇല്ല, ഞാൻ വെള്ളം തരില്ല. ഇതാണ് സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ. എന്നാൽ ഈശോ അവിടെ വിട്ടു പോവില്ല. ഈശോ വീണ്ടും വളരെ പ്രേമത്തോടെ സ്നേഹത്തോടെ പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഇത് നമുക്കിനി വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ യാചനാ പ്രാർത്ഥന ഒരു വിരോധാഭാസ രൂപേണ ഒരു മറുപടിയാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരാതിക്കുള്ള മറുപടി അതാണ്. ജീവിക്കുന്ന ദൈവം പരാതിപ്പെടുകയാണ്. എന്താ പരാതി? അത് ജെറമിയ 2:13 ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ഇതാണ് മനുഷ്യവംശം മുഴുവനും ചെയ്തു പോയ ഒരു അപരാധം. നമ്മളെപ്പോഴും പറയും, ആദം പഴം തിന്നു,
ആദത്തെ പിശാച് വഞ്ചിച്ചു. പക്ഷെ ഇതിലെല്ലാത്തിലൂടെയും സംഭവിച്ചത് എന്താ? ആ ഉത്ഭവപാപത്തിലൂടെയും അതിനെ തുടർന്നുള്ള പാപത്തിൻ്റെ പ്രസരണത്തിലൂടെയും ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ്: ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. അതാണ് ഒന്നാമത്തേത്. പ്രവൃത്തിയാലുള്ള പാപമല്ല, ഉപേക്ഷയാലുള്ള പാപമാണ്. ഉപേക്ഷയാലുള്ള പാപം, അതാണ് ആദ്യത്തെ പാപം. ആരെ ഉപേക്ഷിക്കുന്നു? ദൈവത്തെ തന്നെ, ജീവജലത്തിൻ്റെ ഉറവ. അതാണ് പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. ആ ഉപേക്ഷിക്കപ്പെട്ട ദൈവത്തിന് അടുത്തേക്ക് തിരിച്ചു വരിക. അതുകൊണ്ടാണ് റിപ്പൻറ്റ്, പശ്ചാത്തപിക്കുക, തിരിച്ചു വരിക എന്ന് പറയുന്നത്. തിരിച്ചു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നീ തന്നെ ഉപേക്ഷിച്ച് പോയോടത്തുനിന്ന് തിരിച്ചു വരാനാണ് പറയുന്നത്. ഞാൻ നിന്നെ നോക്കി നിൽക്കുകയാണ്, തിരിച്ചു വരിക, മെറ്റനോയ. അതുകൊണ്ടാണ് ഈശോയും വന്നിട്ട് ആദ്യം പറഞ്ഞത് പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് തിരിച്ചു വരിക എന്നാണ്. ടേൺ ബാക്ക് ടു ഗോഡ്, ടേൺ ബാക്ക് ടു ഗോഡ്. എന്തുകൊണ്ട്? നീ തന്നെ എന്നെ ഉപേക്ഷിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? അടുത്തത്, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള വാക്കുകളാണ്. അങ്ങനെ ലോകം മുഴുവനും പൊട്ടക്കിണറുകൾ കുഴിച്ച് നടക്കുന്ന ഒരവസ്ഥയാണ് സ്നേഹമുള്ളവരെ. എന്തിനു പറയണു? വിശ്വാസികളായ പാരമ്പര്യ ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും ഒരുപാട് പൊട്ടക്കിണറുകൾ കുഴിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും വ്യർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാനിത് കുറ്റം പറയുകയല്ല കേട്ടോ, ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. കാരണം ആ യാക്കോബിൻ്റെ കിണറും ജീവജലത്തിൻ്റെ ഉറവയും കാണാൻ നമ്മുടെ കണ്ണുകൾ ഇനിയും പ്രകാശിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ പൊട്ടക്കിണറുകൾ കുഴിക്കലാണ്. നമ്മൾ ചോദിക്കുന്നു, നമ്മൾ ഭൗതികമായ കാര്യങ്ങളിലെയാണ് മുഴുവൻ നീക്കുന്നത്. കണ്ടോ, സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടു, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. കണ്ടോ, എന്നോട് കൃപയുണ്ട. ആ കൃപയാകുന്ന ജീവൻ്റെ ജലം എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കർത്താവ് അവിടെ നിൽക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം. ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം. 1000 വർഷങ്ങൾക്ക് മുമ്പ്, യേശുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് പാടിയിരിക്കുകയാണ്. ആ ദൈവം മനുഷ്യനായി വന്നിരിക്കുന്നു നമ്മുടെ അടുത്ത്. കിണറ്റിൻകരയിൽ നമ്മളെ നേരിട്ട് കാണാൻ വന്നിരിക്കുന്നു. ഓ, മഹാവിസ്മയം ഇല്ലേ? നിത്യരക്ഷയെ സംബന്ധിച്ച കേട്ടോ, നിത്യരക്ഷയെ സംബന്ധിച്ച സൗജന്യ വാഗ്ദാനത്തിനുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരമാണ് പ്രാർത്ഥന. നമ്മൾക്ക് ലഭിക്കേണ്ടത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള സൗജന്യ വാഗ്ദാനത്തിൻ്റെ ആദ്യം നമ്മുടെ വിശ്വാസമാണ്. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻറ്റി. നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അതുപോലെയാണ് നമ്മുടെ വിശ്വാസം. ആ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടാൽ അറിയാം ആ ആളുടെ വിശ്വാസത്തിൻ്റെ ലെവൽ എത്രത്തോളമുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും, ഞാൻ പറയാറുള്ളൊരു വാക്ക്, നാളികേരം പറിച്ചിട്ടു, നാളികേരം പറക്കിയ ആൾ അത് കഴിഞ്ഞ് വന്നിട്ട് അതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് കുറേ നാളികേരം എടുത്ത് കളയണം. അതെന്താ? അത് പേടാണ്, അതിൽ കഴമ്പില്ല.
അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദത്തിൽ നിന്നറിയാം ഇത് പേട്ടത്തേങ്ങയാണോ അത് കഴമ്പുള്ളതാണോ എന്ന്. ഇതെല്ലാം ഞാൻ പറയണത് നിങ്ങളെ പ്രകോപിപ്പിക്കാനല്ല, ഇത് ഒരു പ്രയോഗമാണ്. നമ്മളുടെ അകത്ത് ഈ കഴമ്പ് കണ്ടെത്തണം. കഴമ്പ് എന്താ? കർത്താവ് ഈശോ മിശിഹാ തന്നെ നമ്മുടെ അകത്ത് വന്നിരിക്കുകയാണ് കിണറ്റുകരയിൽ. പക്ഷെ നമ്മൾ ലോകം മുഴുവൻ്റെയും പല കാര്യത്തിലും വ്യാപൃതരാണ്. നമുക്ക് ഈ ഇരിക്കുന്ന ആളോടൊന്ന് മിണ്ടാനോ ഒന്ന് സല്ലപിക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ സ്നേഹിക്കാനോ നമുക്ക് സമയമില്ല. എന്ത് ചെയ്യും? പിള്ളേരുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇപ്പം എനിക്ക് സമയമില്ല, എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവരും മൊബൈൽ ഫോണിൽ കുത്തി ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പൊട്ടക്കിണർ എന്ന് പറയണത്. മനസ്സിലായല്ലോ? നമ്മൾ കുറേ പൊട്ടക്കിണറുകൾ കുഴിച്ചിരിക്കുന്നു. നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഗ്രൂപ്പിലായിരിക്കുന്ന ആളുകൾ, ഈ പ്രാർത്ഥന എന്ന മഹാവിസ്മയത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതിനൊരു മാറ്റമുണ്ടാക്കണം. മാറ്റം വേണം. നിങ്ങളെ മാറ്റും. നിങ്ങൾ യാദൃച്ഛികമായിട്ട് ഇതിൽ കയറിയവരല്ല. നിങ്ങളെ കർത്താവ് അത്രയധികം അർജൻ്റ് ആവശ്യമുണ്ട്. നമ്മളെ അത്രയ്ക്ക് അർജൻ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് ആദ്യകാലങ്ങളിൽ വെളുപ്പിനെ എണീക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ആരോ എൻ്റെ ചെവിക്ക് പിടിച്ചിങ്ങനെ വലിക്കണം. ഞാൻ ചോദിച്ചു, ഇത് എൻ്റെ ഭാര്യയാണോ? അല്ലല്ലോ, പിന്നെ ആരാണത്? കർത്താവാണ്. ആദ്യം സ്നേഹത്തിലൊക്കെ പറഞ്ഞിട്ട്, സ്നേഹത്തിലാണല്ലോ, വേദന ഒന്നുമില്ല, ഇങ്ങനെ ചെവിക്ക് പിടിച്ചിങ്ങനെ പൊക്കിയിട്ട് എനിട്ടിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറയണ കേക്ക്, എണിക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരും നമ്മുടെ അടുത്ത്. മനസ്സിലായോ? ഈശോ സ്നേഹത്തിൽ നമ്മുടെ ചെവിക്ക് പിടിച്ചിങ്ങനെ പൊക്കിയെടുക്കും പ്രാർത്ഥിക്കാൻ. അത്രയ്ക്ക് ഈശോന് നമ്മളോട് സ്നേഹമാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണ് പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. മാഷുമാർ പറയില്ലേ, നിത്യരക്ഷയെ സംബന്ധിച്ച സൗജന്യ വാഗ്ദാനത്തിനുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരമാണ് പ്രാർത്ഥന. ഏകജാതൻ്റെ ദാഹത്തിനുള്ള സ്നേഹത്തിൻ്റെ പ്രത്യുത്തരമാണത്. ഏകജാതൻ്റെ ദാഹത്തിനുള്ള സ്നേഹത്തിൻ്റെ പ്രത്യുത്തരമാണ് അവിടെ. ഇനി ഇവിടെ താഴെ ഒരുപാട് വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ല പരിചയമുള്ള വചനങ്ങളാണ്. നമ്മൾ അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ അകത്തിങ്ങനെ തിങ്ങി നിൽക്കുന്ന ആശയം ഒന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വിട്ടുപോകും. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ മണിക്കൂറുകൾക്ക് മുമ്പ് എൻ്റെ അകത്ത് ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്താണ് ഈ വിസ്മയനീയയുടെ വേറൊരു വശം? ഈ വിസ്മയനീയത, പ്രാർത്ഥന എന്ന മഹാവിസ്മയത്തിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഈശോ അവളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, സമരിയാക്കാരിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈശോ പറയാണ്, ഞാൻ തരുന്ന ജലം നീ കുടിക്കുകയാണെങ്കിൽ നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല. ആദ്യം ഈശോ പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ജീവജലം തരികയും കേട്ടോ. അപ്പോൾ അവൾ പറയുകയാണേ, ഇവിടെയാണ് അവളുടെ അകത്തൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. ആദ്യം പറഞ്ഞില്ല, നീ ഒരു യഹൂദൻ, ഞാനും നീയായിട്ട് ഒരു ബന്ധമില്ല, പോയിക്കോ ഇവിടുത്തെ, വെള്ളം പോലും ഞാൻ തരില്ല. ഇതാണ് നമ്മുടെ ബേസിക് നേച്ചർ. മനുഷ്യവംശം മുഴുവൻ്റെയും ഒരു ബേസിക് നേച്ചറാണത്. അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മളുടെ കുടുംബത്തിലും ഒക്കെ ഉണ്ടാകാമത്. പക്ഷേ നമ്മൾ അതോർത്ത് ഉദാസീനരാകരുത്. ഈശോ അവരിലുണ്ട്, പരിശുദ്ധാത്മാവ് അവരിലുണ്ട്. ഈശോയും പരിശുദ്ധാത്മാവും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമയോടെ കാത്തിരിക്കും. എന്താ സംസാരിക്കണേ?
ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രസരണം, ഈ വാക്കുകൾ, ഈ ഈശോയുടെ സാന്നിധ്യം ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മളൊന്നങ്ങ് വിശ്വസിച്ചേ. നമ്മുടെ വീട്ടുകാരാകാം, നാട്ടുകാരാകാം, ആരെങ്കിലും ആകാം, നമ്മൾ വിശ്വസിക്കൂ, അവരെല്ലാവരിലും ദൈവമുണ്ട്. ദൈവം അവരെ തേടി വന്നിരിക്കുന്നു. ദൈവം, ഈശോ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം അവരിലുണ്ട്. അപ്പോൾ ഇവൾ പറയാണ്, ഉണ്ടോ, ഇപ്പോൾ 5 മിനിറ്റ് പോലും ആയിട്ടില്ല, അവളിലൊരു മാറ്റം. എന്താ? പ്രഭോ. ഉണ്ടോ, അതാണ് അവളിൽ വന്നൊരു മാറ്റം. എന്താണ് അവൾ പറയുന്നത്? പ്രഭു. അല്ല, കുറച്ച് മുമ്പ് നീ ഒരു യഹൂദനാണ്, നിനക്ക് ഞാൻ വെള്ളം തരില്ല, യഹൂദനും സമരിയാക്കാരും തമ്മിലൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് അവളെ തിരസ്കരിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റത്തിൻ്റെ ഒരു സൂചന. പ്രഭു, ലോർഡ്. കണ്ടോ, പ്രഭു. അവളുടെ സെല്യൂട്ടേഷനിൽ ഒരു വ്യത്യാസം കണ്ടോ. വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളത്, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? അപ്പോൾ ഇവളുടെ ചിന്ത മുഴുവനും ഈ ഒരു ജലം, രണ്ടുപേരും ജലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ രണ്ടുപേരും സംസാരിക്കുന്ന അർത്ഥത്തിൻ്റെ തലത്തിൽ വ്യത്യാസമുണ്ട്. ഈശോയും ജലത്തെക്കുറിച്ചാണ് പറയണത്, അവളും ജലത്തെക്കുറിച്ചാണ് പറയണേ. അതാണ് വലിയൊരു രഹസ്യം ഇവിടെ ഉള്ളത്. ഈശോ പറയുന്നത് ആത്മീയമായ പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ദൃശ്യമായിട്ട് ഈ കിണറ്റിൽ കിടക്കുന്ന ഈ വെള്ളത്തെക്കുറിച്ചാണ് ഇവൾ പറയുന്നത്. എന്നാൽ അതിൽ തന്നെ ഒരു ആശയപരമായ ഒരു ലയനമുണ്ട്, ഒരു വിസ്മയമുണ്ട്. അങ്ങനെയെങ്കിലും പറഞ്ഞതിലൂടെ അവൾക്ക് ഈശോയോടൊരു അടുപ്പം പ്രഖ്യാപിക്കുകയാണ്. പ്രഭു, നിൻ്റെ കയ്യിൽ വെള്ളം കോരാൻ പാത്രവുമില്ല. ഇപ്പം നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കണത്, നമ്മൾ പലപ്പോഴും വിചാരിക്കണത്, ഇപ്പോൾ നമ്മൾക്ക് പല ആവശ്യങ്ങളുമുണ്ട്. പിന്നെ ഈ പ്രാർത്ഥിച്ചിരുന്ന ദൈവം അങ്ങോട്ട് കൊണ്ടുവന്ന് തരുമോ? അവനോന് ചെയ്യാനുള്ളത് ചെയ്യണ്ടേ? താൻ പാതി ദൈവം പാതി. നീ ചെയ്യാനുള്ളത് നീ ചെയ്യണ്ടേ? ദൈവം ഇതൊക്കെ കൊണ്ടുവന്ന് തരുമോ? ദൈവത്തിൻ്റെ കയ്യിൽ പാത്രമുണ്ടോ? ദൈവത്തിൻ്റെ കയ്യിൽ വെള്ളമുണ്ടോ? ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്. കാരണം നമ്മൾ ഇത്തിരി കൂടുതൽ പഠിച്ചു പോയി, അതാ പ്രശ്നം. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടാണ് ഇതെല്ലാം. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആ അമ്മച്ചി, അച്ഛൻ പറഞ്ഞു നാളെ പള്ളിയിൽ നാളെ നമ്മൾ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മച്ചി കുടയുമായിട്ട് വന്നിരിക്കുകയാണ്. ആൾക്കാരെല്ലാം കളിയാക്കി, ഇതെന്തിനാണ് ഈ വേനൽക്കാലത്ത് ഈ കുടയുമായിട്ട് വൈകുന്നേരം പള്ളിയിൽ വന്നേക്കണത്? എടാ പിള്ളേരെ, അച്ഛൻ ഇന്നലെ പറഞ്ഞില്ലേ കുർബാനയിൽ മഴ പെയ്യാൻ പ്രാർത്ഥിക്കാൻ പോകാമെന്ന്? മഴ പെയ്യാൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യൂലേ? അതുകൊണ്ടാണ് ഞാൻ കുടയും കൊണ്ട് വന്നേക്കണത്. വിദ്യാസമ്പന്നരായ ആരും കുട കൊണ്ടുവന്നില്ല. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഒരു അവസ്ഥ. നമ്മൾ ഇൻ്റലക്ച്വലായിട്ട് ചെയ്യും. പിന്നെ അച്ഛനാണ് പ്രാർത്ഥിക്കുക, അച്ഛനാണ് മഴ പെയ്ക്കുന്ന ആൾ. മഴ പെയ്ക്കാനിതാ പലപ്പോഴും നമ്മൾ അടിച്ചു നോക്കി, ഇന്ന് മഴയുണ്ടോ? വെതർ റിപ്പോർട്ട് എന്താ പറയണേ? വെതർ റിപ്പോർട്ട് പറയണേ ഇന്ന് മഴയില്ലെന്നാണല്ലോ. വെതർ റിപ്പോർട്ട് മഴയില്ലെന്ന് പറയണം. പിന്നെ എങ്ങനെയാണ് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മഴ ഉണ്ടാവണേ? നമ്മൾ ആരെ നോക്കുന്നു? നമ്മൾ വെതർ റിപ്പോർട്ടിനെയാണ് ദൈവത്തെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത്. എന്നാൽ നമുക്ക് പരിചയമുണ്ട്. വെതർ റിപ്പോർട്ടിൽ മഴയില്ല എന്ന് ഡിക്ലെയർ ആയിരിക്കെ ഇതാ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. അമ്മച്ചി മാത്രമേ കുടയുമായിട്ട് വീട്ടിൽ പോയുള്ളൂ. ബാക്കി എല്ലാവരും പള്ളിയിൽ തന്നെ ഇരുന്നു. അവിടെ ഇരിക്കി. നമ്മൾ പഠിക്കണം. നമ്മുടെ സയൻസ് ഇപ്പോൾ കൊറോണയിലൂടെ നമ്മൾ എന്ത് പഠിച്ചു?
നമ്മളെ പഠിപ്പിക്കുന്നത് സയൻസുമെല്ലാം ദൈവത്തിൽ നിന്ന് തന്നെയാണ്. എന്നാൽ സയൻസ് ദൈവമല്ല. നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, ട്രിഗ്നോമെട്രി, ആൾജിബ്ര, ടാൻ തീറ്റ, കോസ് തീറ്റ ഇതൊന്നും ദൈവമല്ല. അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, നമ്മളെ സഭയിൽ എന്തോരം വിദ്യാലയങ്ങളുണ്ട്, എന്തോരം കോൺഗ്രിഗേഷനുകൾ, എന്തോരം വിദ്യാലയങ്ങൾ ഉണ്ടാക്കി. എന്നാൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കണ ഒരു വിദ്യാലയം ഉണ്ടോ? ഏതെങ്കിലും ഒരു രൂപതയ്ക്കുണ്ടോ? കത്തോലിക്ക സഭ, കേരള കത്തോലിക്ക സഭയിൽ 6000 സ്കൂളുകളുണ്ട്, 5000 ഇടവകകളുണ്ട്. ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നും കൂടി പറഞ്ഞോട്ടെ. 5000 ഇടവകകളുണ്ട്, ഇടവകകൾക്ക് 6000 സ്കൂളുകളുണ്ട്. അതനുസരിച്ച് ട്രെയിനിങ് കോളേജുകളുണ്ട്, അതനുസരിച്ച് ഗ്രാജുവേറ്റ് കോളേജുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജുണ്ട്, നേഴ്സിംഗ് കോളേജുണ്ട്, പോളിടെക്നിക് ഉണ്ട്, മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എൻജിനീയറിംഗ് കോളേജുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്. എന്നാൽ ഒരു ബൈബിൾ കോളേജ് പോലും കേരള സഭയ്ക്ക് അൽമായർക്ക് വേണ്ടി പഠിപ്പിക്കാനില്ല. 6000 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, എൻജിനീയറിംഗ് കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. മനുഷ്യൻ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടതെന്ന് ഈ 2 വചനം എടുത്തോ. എന്നിട്ട് അത് പഠിക്കാനോ പഠിപ്പിക്കാനോ ഓരോ രൂപതയിലും 2-ാം വത്തിക്കാൻ സൂനഹദോസിന് മുൻപ് 100 വർഷം മുമ്പ് മുതൽ കാസ്റ്റി കനൂബി ഇങ്ങനെയുള്ള ചാക്രിക ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആൽമായരെ വചനം പഠിപ്പിക്കാനും ആൽമായരുടെ ഫോർമേഷനും വേണ്ടി ഓരോ രൂപതകളിലും ബൈബിൾ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ വേണമെന്ന്. എന്തുകൊണ്ടില്ല? നമുക്ക് ആവശ്യമില്ല. അതൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വിടുമോ? ഇപ്പം എന്നോട് 20 വർഷമായി ബൈബിൾ അക്കാഡമി ഉണ്ടാക്കാൻ പറയണു, ബൈബിൾ അക്കാഡമിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഉണ്ടാകാത്തത്? ഉണ്ടാകാത്തതിൻ്റെ കാരണം അതിലുണ്ടാക്കിയിട്ട് ആര് വരാനാണ് അതിനകത്ത് പഠിക്കാൻ? നമ്മൾ ആരെങ്കിലും നമ്മുടെ പിള്ളേരെ അയക്കുമോ പഠിക്കാനായിട്ട്? ഇതാണ് ഇനി ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ എല്ലാ ടെക്നോളജി കൊണ്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ നമ്മളാകുന്ന സഭ, ക്രിസ്തുവാകുന്ന സഭ, ഇതിനെല്ലാം നമ്മൾ പഠിപ്പിക്കാനുള്ള വ്യവസ്ഥിതികൾ ചെയ്യണം. അത് നമ്മളാണ് സഭ. നമ്മളിലൂടെ ഇതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് ഇതിനു വേണ്ടിയുള്ളൊരു ദാഹം ഉണ്ടാകണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. സമരിയാക്കാരിയോട് ഈശോ പറയാണ്, അല്ലെങ്കിൽ സമരിയാക്കാരി അത് കേട്ടിട്ട് പറയാണ്, അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളത്, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവിടെ അവളുടെ ഹൃദയത്തിൽ ഒരു വലിയ ചിന്ത വരികയാണ്. കണ്ടോ, വന്നിരിക്കുന്ന ആൾ വെറും ഒരു യഹൂദനല്ല. അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഇവിടെയാണ് വിസ്മയത്തിൻ്റെ പ്രധാന രഹസ്യം. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മുഴുവനും. മനസ്സിലാകുന്നുണ്ട്? നമ്മളുടെ ജീവിതം ഒരു ഭൗതികമായ മാനത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള സ്കൂളും കോളേജും എല്ലാം നമ്മളുണ്ടായി. പക്ഷെ ആ വെള്ളം കുടിക്കുന്നവർക്ക് എല്ലാം വീണ്ടും ദാഹിക്കും. ആ ഭൗതികത, ആ ലൗകികത. എന്നാൽ എന്താണ് നമ്മൾക്ക് വേണ്ടത്? ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവൻ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഇവിടെ വിസ്മയനീയത ആരംഭിക്കുകയാണ്. ഞാൻ നിങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ അവളുടെ മനസ്സിൽ ഒരു മാറ്റം.
എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അത് ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ഞാൻ നൽകുന്ന ജലം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ഞാൻ നൽകുന്ന ജലം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. സ്നേഹമുള്ളവരെ, ഇതാണ് ആ തിരിച്ചുവരവ്. ജെറമ്യാ 2:13 പറഞ്ഞു, എൻ്റെ ജനം എന്നെ ഉപേക്ഷിച്ചു, ജീവജലത്തിൻ്റെ ഉറവയെ ഉപേക്ഷിച്ചു. ആ ഉറവ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. എന്നെ വേണോ? എന്നെ സ്വീകരിക്കുക. ഞാൻ നൽകുന്ന ജലം സ്വീകരിക്കുക. ഞാൻ നൽകുന്ന. അപ്പം ഇവിടെ ഇപ്പം ശ്രദ്ധിക്കേണ്ടത്, ഈ സമരിയാക്കാരി എന്ന മനുഷ്യവംശം തോട് കർത്താവ് പറയുകയാണ്, വെള്ളം വേണോ? വെള്ളം വേണോ? ഞാൻ തരുന്ന വെള്ളം കുടിക്കണോ? അവിടെയാണ് പ്രാർത്ഥന എന്ന മഹാവിസ്മയം. കുടിക്കുമോനെ, ഇത് കുടിക്ക്. ഇത് നീ കുടിച്ചാൽ നിൻ്റെ ഈ ലൗകികമായ എല്ലാ ആഗ്രഹങ്ങളും മാറും. ഇത് നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുവരും. ഈ വെള്ളം കുടിക്ക്. വെള്ളം വേണോ? ഇത് കുടിക്ക്. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവർ പറഞ്ഞു, അല്ലോ 5 മിനിറ്റ് മുമ്പ് അവൾ പറഞ്ഞു, എനിക്ക് നീയുമായിട്ടൊരു ബന്ധമില്ല, ഞാൻ നിങ്ങളുമായിട്ട് വെള്ളം കുടിക്കില്ല. അവളുടെ ചിന്ത അതുപോലെ തന്നെയാണ്. ആ ചിന്തയാണ്, വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞിരുന്ന അവളിൽ ഒരു ചലനം വന്നിരിക്കുന്നു. ഇപ്പോൾ അവൾ പറയുകയാണ്, ആ ജലം എനിക്ക് തരിക. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ ഇവിടെയാണ് വിസ്മയനീയത എന്ന് പറയുന്നത്. എന്താണ് ഇവിടുത്തെ വിസ്മയനീയത? ഏത് ജലത്തിനെ കുറിച്ചാണ് അവൾ പറയണത്? ഏത് ജലത്തിനെ കുറിച്ചാണ് ഈശോ പറയണത്? ഈശോ പറയാണ്, ഞാൻ നൽകുന്ന ജലം നീ കുടിക്കുകയാണെങ്കിൽ അത് കുടിക്കുന്നവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. നീയുമായിട്ടൊരു ബന്ധമില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്ന അവൾ മനസ്സ് നേരെ 180 ഡിഗ്രി മാറി. അവൾ പറയുകയാണ്, എന്നാൽ ആ ജലം എനിക്ക് തരിക. ഞാനിനി മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. സ്നേഹമുള്ളവരെ, വിപ്ലവാത്മകമായ ഒരവസ്ഥയാണിവിടെ. വിപ്ലവം. സമരിയാക്കാരി, യഹൂദരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട, ഞാൻ പ്രാർത്ഥിക്കാനോ ഒന്നുമില്ല എന്ന് പറഞ്ഞ അവളുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ നിവേശനം. അതാണ് പ്രാർത്ഥന. ദൈവമാണ് ഇവിടെ മുൻകൈ എടുക്കുന്നത്. ഇപ്പോൾ ഇനി നമ്മളുടെ ജീവിതത്തിലേക്ക് ഇതിനെ റിലേറ്റ് ചെയ്യൂ. നമ്മൾ ഈ വെള്ളം കോരാനാണല്ലേ നടക്കുന്നത്. നമ്മുടെ സകല പ്രാർത്ഥനകളും ഒരു പരിധിവരെ ഭൗതിക കാഴ്ചപ്പാടിലാണ്. ആ ഭൗതിക കാഴ്ചപ്പാടിലൂടെ നീക്കുന്ന നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വിസ്മയനീയതയുമില്ല. നമ്മൾ ചോദിച്ചു, നമുക്ക് കിട്ടിയിട്ടുണ്ടാകാം. ഉപകാരസ്മരണ, സത്യദീപത്തിൽ അവരുടെയൊക്കെ ഉപകാരസ്മരണ, എൻ്റെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു, ഉപകാരസ്മരണ. എന്നാൽ കർത്താവ് ഈശോ മിശിഹ കൊണ്ടുവന്നിരിക്കുന്ന ഈ നിത്യജീവൻ്റെ ജലം, ഇതിനു വേണ്ടി, ഈ വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ ആത്മാവിലേക്ക് ഈശോ പകരാനിരിക്കുന്നത് ഇവൾക്ക് എന്ത് മനസ്സിലായി? ഇവൾ വല്ലതും മനസ്സിലാക്കിയിട്ടാണോ ഇപ്പോൾ പറഞ്ഞത് ആ ജലം എനിക്ക് തരിക? അവൾക്കൊന്നും മനസ്സിലായില്ല ഈശോ പറയുന്ന ജലം എന്താണെന്ന്. അതെന്തുകൊണ്ടാണ്? അവിടെയാണ് വിസ്മയം. എന്നാൽ ഒന്ന് അവൾക്കറിയാം, അവൻ എന്തോ തരാൻ പോകുന്നു. അവൾ തന്നെ പറയുന്നുണ്ട്, നിൻ്റെ കയ്യിൽ ബക്കറ്റുമില്ല, കയറുമില്ല, പിന്നെ എങ്ങനെ ഈ ജലം നിനക്ക് തരും? എന്നിട്ടും അവളിപ്പോൾ പറയുകയാണ്, ആ ജലം എനിക്ക് തരിക.
നമുക്ക് ഒരു നിമിഷം ഒന്ന് ചോദിക്കാമോ? ഈശോയെ, ഇന്നേ വരെ ഞാൻ ചോദിക്കാത്തതും ഇന്നേ വരെ ഞാൻ കണ്ടെത്താത്തതുമായ എന്തോ ഒന്ന് നീ എനിക്ക് തരാൻ പോകുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒന്ന് പറഞ്ഞേ. ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിക്കാത്തതും എൻ്റെ മനസ്സിൽ പ്രവേശിക്കാത്തതും ഞാൻ ചിന്തിക്കാത്തതുമായ എന്തോ ഒന്ന് അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതെനിക്ക് തായോ. ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. വരുവിൻ, നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം.